അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, കേരളത്തിലെ 4 സുന്നി സംഘടനകളുടെ പ്രതിനിധികൾ, പ്രഗത്ഭരായ ഉസ്താദുമാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്ത് വിതരണത്തെ സംബന്ധിച്ചും അവർ സക്കാത്ത് സമാഹരിക്കുന്നത് സംബന്ധിച്ചും വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായ വിശദീകരണം നടത്തി. അത് ഇസ്ലാമികമല്ലെന്നും ഇസ്ലാം നിശ്ചയിച്ച നിബന്ധന പ്രകാരം സക്കാത്ത് കൊടുത്തെങ്കിലേ സഹിയാവുകയുള്ളൂ എന്നും അവർ സവിസ്തരം പ്രതിപാദിച്ചു. കാരണസഹിതം തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത്. കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമായ സുന്നത്ത് ജമാഅത്ത് അത് അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. ധാരാളം കേരളത്തിലുണ്ട് എന്നല്ല, കൂടുതലും സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്. നാലാരൊരു സംഘടനയുടെ കീഴിലാണല്ലോ എല്ലാ സുന്നികളും പ്രവർത്തിച്ചു വരുന്നത്. പള്ളികളും മദ്രസകളും ദീനീ സംരംഭങ്ങളും ഒക്കെ അവരെ കീഴിലാണല്ലോ. വളരെ ചുരുക്കം ചിലർ മാത്രമാണ് സുന്നത്ത് ജമാഅത്ത് അകന്നുപോയി വിഘടിത അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഘടനയുടെ പോക്ക് ശരിയാണെന്ന് പ്രിയപ്പെട്ട പ്രാസംഗികന്മാർ അവിടെ വിശദീകരിക്കുകയുണ്ടായി. മാത്രമല്ല, മുസ്ലിം ഐക്യം സുസാധ്യമാവേണ്ടതിന് സുന്നികൾ ഐക്യപ്പെടണമെന്നുള്ള സന്ദേശവും സെമിനാറിൽ നൽകുകയുണ്ടായി. സംഘടന കാരണമായോ സ്ഥാപനങ്ങൾ കാരണമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വേറെ വേറെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുന്നി സംഘടനകളും സുന്നത്ത് ജമാഅത്താണ് ഹക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തവരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിലുള്ള ഐക്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വിദഗ്ധികളെ നേരിടാൻ, അവരുടെ വാദഗതികൾക്ക് മറുപടി പറയാൻ ഈ കൂട്ടായ്മ, ഈ ഐക്യം അനിവാര്യമാണെന്ന സന്ദേശം ഇന്നലത്തെ യോഗം പ്രത്യേകം എടുത്ത് കാണിക്കുകയും പറയുകയും ചെയ്തു. പരിപാടി സംഘടിപ്പിച്ചത് സുന്നി അനുരഞ്ജന സമിതിയാണ്. അവരാണ് സംഘടിപ്പിച്ചതും നേതൃത്വം നൽകിയതൊക്കെ. ഏതായാലും ഇങ്ങനെയുള്ള യോജിപ്പ് ഭാവിയിലും ഉണ്ടാകണമെന്നാണ് അനുരഞ്ജന സമിതിയുടെ അഭിപ്രായം. അവരവരുടെ സ്ഥാപനങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു കോട്ടവും പറ്റാത്ത രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശ പ്രചരണത്തിന് വേണ്ടി അതിവിടെ നിലനിർത്താൻ വേണ്ടി കൂട്ടായ നീക്കം ആവശ്യമാണെന്ന് സുന്നി അനുരഞ്ജന സമിതി അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അവർ സുന്നി നേതാക്കളെ മുഴുവനുമായി ബന്ധപ്പെടുകയും
ചർച്ചകൾ നടത്തുകയും ഒരു കൂട്ടായ നീക്കത്തിന് വേണ്ടി ശ്രമങ്ങൾ തുടരുകയുമാണ്. ഏതായാലും നല്ലൊരു മാസത്തിൻ്റെ പുണ്യമേറിയ പരിശുദ്ധ റമദാനിൻ്റെ തലേ ദിവസം നടത്തിയ ഈ സെമിനാർ, ആദർശ സെമിനാർ അള്ളാഹു കബൂലാക്കുകയും ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമിതിക്ക് അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.